ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡിഗ്രി എക്സാമുകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക്, അതായത് തുടക്കക്കാർക്ക് കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ. അതായത് നമുക്കറിയാം, പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ എക്സാമാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ അഡ്വൈസ് പോയിട്ടുള്ള പോസ്റ്റുകളാണല്ലേ. അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴേ പ്രിപ്പറേഷൻ കൃത്യമായ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഉൾപ്പെടാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സിലബസ്. പ്രിലിമിനറി അതുപോലെ തന്നെ മെയിൻസ് എന്നിങ്ങനെ 2 ഘട്ടമായിട്ടാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ അതിൽ തന്നെ പ്രിലിമിനറി, മെയിൻസ് ഇവയുടെ സിലബസ് നമ്മൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആ സിലബസ് കൃത്യമായ രീതിയിലൊന്ന് വിശകലനം ചെയ്യുക കേട്ടോ. അതിൻ്റെ വെയിറ്റേജ് എത്രയൊക്കെയാണ്, അതായത് ഓരോ സബ്ജക്റ്റിനും ചോദിക്കുന്നത് അതിൻ്റെ വെയിറ്റേജ് എത്രയാണ്, ഏറ്റവും കൂടുതൽ ഏത് സബ്ജക്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പ്രിലിമിനറി എക്സാമിന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ചിലതെല്ലാം മെയിൻസിലും വന്നിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് എന്നുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുക. അതിനുശേഷം നമ്മൾ മെയിൻസ് ലക്ഷ്യം വെച്ച് തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ നമുക്ക് പ്രിലിമിനറി എക്സാമിൻ്റെ വെയിറ്റേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ജനറൽ നോളജിൽ വരുന്നത് ഏതൊക്കെയാണ്? ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, അതുപോലെ തന്നെ എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. അങ്ങനെ എത്ര മാർക്ക്? 30 മാർക്ക് അത്രയും ഭാഗത്ത് നിന്ന് തന്നെ വരുന്നുണ്ട്. പിന്നീട് വരുന്നത് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്. അതിനെത്രയാണ്? 10 മാർക്കാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആ ഭാഗം പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കുക? കറണ്ട് അഫയേഴ്സ് ബ്ലെൻഡ് ചെയ്ത് തന്നെ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ ആ ഭാഗം കൃത്യമായി പഠിച്ചു പോവുക. എല്ലാ ഭാഗങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാലും ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ഒക്കെ പഠിക്കുമ്പോൾ അത് നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 10 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 10 മാർക്ക്. അങ്ങനെ എത്ര മാർക്ക്? 20 മാർക്കാണ് വരുന്നത്. അങ്ങനെ 50 മാർക്കാണ് വരുന്നത്. അതുപോലെ സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എത്രയാണ്? 20 മാർക്ക്. ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്. അങ്ങനെ ഇവിടെ എത്രയാണ്? 30 മാർക്ക്. അപ്പോൾ ഓർക്കുക, നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക കേട്ടോ. കാരണം ഇതിൻ്റെ സിലബസിൻ്റെ വെയിറ്റേജ് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മെയിൻസിൻ്റെ സിലബസ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഹിസ്റ്ററി 7 മാർക്ക്, അതുപോലെ തന്നെ ജോഗ്രഫി 7 മാർക്ക്, എക്കണോമിക്സ് 7 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി ഇത്രയും ഭാഗം കേട്ടോ. അതൊഴികെ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 15, ഇംഗ്ലീഷ് 13 മാർക്ക്, മലയാളം 13. അങ്ങനെ ഇത്രയും ഭാഗം തന്നെ ഏതിലും വരുന്നതാണ്? പ്രിലിമിനറി എക്സാമിനും വരുന്നതാണ്. അവിടെ വരുന്ന ടോപ്പിക്കുകളൊക്കെ മെയിൻസിനും വരുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, നമ്മൾ പ്രിലിമിനറിക്ക് പഠിക്കുമ്പോൾ തന്നെ മെയിൻസ് ലക്ഷ്യം വെച്ച് തന്നെ എല്ലാ ടോപ്പിക്കും നല്ല രീതിയിൽ തന്നെ പഠിച്ചു മാറുക കേട്ടോ. അതുപോലെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി ഈ ഭാഗങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കേണ്ട ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെയിറ്റേജ് ആദ്യം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്ന് ഓർക്കുക. അതുപോലെ ഏറ്റവും കൂടുതലുള്ള സബ്ജക്റ്റുകൾക്ക് നമ്മൾ കൂടുതൽ സമയം മാറ്റിവെച്ച് തന്നെ പഠിക്കുക. അതുപോലെ നമുക്കറിയാം, ഇത് പരിശോധിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം. അത് നമ്മൾ ഡെയിലി അതിന് 1 മണിക്കൂർ വെച്ച് നമ്മൾ സമയം നീക്കി വയ്ക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ നമ്മൾ പറഞ്ഞു സിലബസ് ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു, പ്രിലിമിനറിയുടെയും മെയിൻസിൻ്റെയും. അതനുസരിച്ച് നമുക്കിതിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഡിഗ്രി ലെവലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം വർക്കൗട്ട് ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ PSC മാറിയ രീതിയിൽ, അതായത് പ്രിലിമിനറി, മെയിൻസ് എന്നിങ്ങനെ 2 ഘട്ടമായിട്ട് പരീക്ഷ തുടങ്ങിയ സമയം മുതലുള്ള, അങ്ങനെ 2 ഘട്ടമാക്കിയ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ പ്രിലിമിനറിയുടെയും മെയിൻസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയകൾ, അതായത് ഹോട്ട് ടോപ്പിക്സ് എന്ന് നമ്മൾ പറയും. അതായത്
കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള അത്തരം ഹോട്ട് ടോപ്പിക്സ് ഓരോ സബ്ജക്റ്റിലെയും, ഇപ്പോൾ ഹിസ്റ്ററി എടുത്താലും അതുപോലെ ജോഗ്രഫി, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ പല സബ്ജക്റ്റിൻ്റെയും ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നറിയാം. നമുക്കറിയാം ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ഏരിയയും കവർ ചെയ്ത് തന്നെയാണ് ചോദിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ GK പോർഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് ടോപ്പിക്കുകളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്റ്റഡി റിസോഴ്സസ്, അതിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ് ഇത് SCERT എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. SCERT ഫാക്ട്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആ ഏരിയകൾ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. അത്തരം ഹോട്ട് ടോപ്പിക്സുകൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി ആ ഭാഗം നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കറിയാം SCERT ചാപ്റ്റേഴ്സ് ഇപ്പോൾ പഴയ SCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതിൽ ഈ GK പോർഷൻസ് വരുന്ന പാഠഭാഗങ്ങൾ കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ SCERT ഫാക്ട്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഹിസ്റ്ററി ആണെങ്കിൽ കേരള ചരിത്രം, അതുപോലെ തന്നെ ലക്ഷ്മികാന്തിൻ്റെ ബുക്ക് നമുക്ക് പൊളിറ്റിക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അത് നമ്മുടെ പഠനത്തിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യമാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞു സിലബസ് മനസ്സിലാക്കി ഹോട്ട് ടോപ്പിക്സ് ഒക്കെ തിരഞ്ഞെടുത്ത് അതിനുശേഷം നമ്മൾ അതിനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ കൃത്യമായ രീതിയിൽ ഓരോ സബ്ജക്റ്റിനും എത്ര മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം എന്നത് മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ വെയിറ്റേജ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളൊരു ടൈം ടേബിൾ തയ്യാറാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് ഓർക്കുക കേട്ടോ. അതായത് നമ്മൾ ഓരോ സബ്ജക്റ്റിനും എത്ര മണിക്കൂർ നീക്കി വെക്കും എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് വേണം. എല്ലാവരുടെയും സമയം എങ്ങനെയാണ്, വ്യത്യസ്തമായിരിക്കും അല്ലേ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം വ്യത്യസ്തമായിരിക്കും. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഇന്ന് ഇത്ര മണിക്കൂർ പഠനത്തിന് വേണ്ടി നീക്കി വെക്കാൻ പറ്റുമെങ്കിൽ ആ സമയം നമ്മൾ ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഹോട്ട് ടോപ്പിക്സിന് പ്രാധാന്യം കൊടുത്ത് ആദ്യമേ ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക കേട്ടോ. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾക്ക് നമ്മൾ കൂടുതൽ സമയം കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ നല്ല രീതിയിൽ ചെയ്യുക. അതായത് നമ്മൾ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാൻ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്ര മാർക്കാണ് നഷ്ടമായത്, അപ്പം നമ്മുടെ ഏരിയ ഏതാണ് വീക്കായിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമൊക്കെ ആവുന്നതിനൊക്കെ മുന്നേ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആ ഏരിയയ്ക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, നമ്മൾ എപ്പോഴും പഠിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അറിയില്ലാത്ത ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നമ്മൾ നല്ല സമയം കൊടുക്കുക കേട്ടോ. നമുക്കിപ്പോൾ മാത്സ് ആണ് ടഫെങ്കിൽ നമ്മൾ മാത്സ് പഠിക്കാനായിട്ട് നല്ലൊരു ടൈം നീക്കി വയ്ക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓർക്കുക, നമ്മളൊന്നുകൂടെ പറയുന്നു, സിലബസ് മനസ്സിലാക്കുക, അതിൽ നിന്നും നമുക്ക് ഓരോ വിഷയത്തിൻ്റെയും വെയിറ്റേജ് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, അതിൽ നിന്നും നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സസ് കണ്ടുപിടിക്കുക. അതായത് SCERT ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ SCERT ചാപ്റ്റേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിക്കുക. ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ ചിട്ടയായ രീതിയിൽ പഠിച്ചു പോവുക കേട്ടോ. അതുപോലെ മോക്ക് ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴേ ചിട്ടയായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ മടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം നമുക്കറിയാം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ്റെ സമയമാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം നമ്മുടെ പഠനം പുറകിലേക്ക് പോകുന്നോ അത് മറ്റൊരാളുടെ സ്കോറ് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യം ഓർക്കുക. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി ലെവലുകാരെയൊക്കെ സംബന്ധിച്ചിട്ട് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അതിനൊക്കെ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എത്രയും വേഗം തന്നെ പോയി അപ്ലൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മിൻറ്റിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ അതിൽ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ മോക്ക് ടെസ്റ്റ്, നമ്മൾ പറഞ്ഞു മോക്ക് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലേ. കാരണം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ശീലിച്ചാൽ മാത്രമാണ് നമ്മുടെ വീക്ക് പോയിൻറ്റ്സും സ്ട്രെങ്ത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളുണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്, അതുപോലെ മെൻറ്റർഷിപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഓർക്കുക, കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.